ഹലോ ആൾ ഡോട്ട് നെറ്റ് കോറിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ വരെ നമ്മൾ എൻറ്റിറ്റി ഫ്രെയിംവർക്ക് കോറിനകത്ത് നമുക്ക് എങ്ങനെ ഒരു ലിസ്റ്റ് പേജിൽ ഡാറ്റ ഡിസ്പ്ലേ ചെയ്യാമെന്ന് ഡിസ്കസ് ചെയ്തു. അതോടൊപ്പം തന്നെ അതിനകത്ത് നമ്മളൊരു ക്രിയേറ്റ് ന്യൂ എന്ന് പറഞ്ഞൊരു ബട്ടണും വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ ക്രിയേറ്റ് ന്യൂ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പുതിയൊരു ഫോം വേണം. അതിനകത്ത് നമുക്ക് കാറ്റഗറി എന്ന് പറയുന്ന പേജിലേക്ക് ആവശ്യമായ ഡാറ്റ നമുക്ക് എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഒരു ന്യൂ കാറ്റഗറി പേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് അത് എങ്ങനെയാണെന്ന് എക്സാമ്പിളിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ക്രിയേറ്റ് ചെയ്ത കാറ്റഗറി ലിസ്റ്റ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ ക്രിയേറ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ക്രിയേറ്റ് ന്യൂ കാറ്റഗറി എന്ന് പറയുന്ന ഒരു ഫോം നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അതിനായിട്ട് ഒരു പുതിയ ആക്ഷൻ മെത്തേഡ് ക്രിയേറ്റ് ചെയ്യണം. അതായത് ഒരു ഫോം ക്രിയേറ്റ് ചെയ്യാൻ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഒരു പുതിയ ആക്ഷൻ മെത്തേഡ് ക്രിയേറ്റ് ചെയ്യണം. ആക്ഷൻ മെത്തേഡ് നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് നമ്മളുടെ ആപ്ലിക്കേഷനിലേക്ക് പോകാം. നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം. ഇനി ഞാൻ ആക്ഷൻ മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുന്നത് എപ്പോഴും നമ്മളുടെ കൺട്രോളറിലായിരിക്കും. നമ്മളുടെ കൺട്രോളറിൻ്റെ പേര് കാറ്റഗറി കൺട്രോളറാണ്. അപ്പോൾ അതിനകത്ത് ഓൾറെഡി ഒരു ആക്ഷൻ മെത്തേഡ് ഉണ്ട്. ഇത് നമ്മളുടെ ലിസ്റ്റ് പോപ്പുലേറ്റ് ചെയ്യാനുള്ള ആക്ഷൻ മെത്തേഡാണ്. അപ്പോൾ നമുക്ക് ഒരു ന്യൂ കാറ്റഗറി ക്രിയേറ്റ് ചെയ്യാനുള്ള ആക്ഷൻ മെത്തേഡും കൂടെ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. പബ്ലിക് റിട്ടേൺ ടൈപ്പ് നമുക്ക് ഐ ആക്ഷൻ റിസൾട്ട് തന്നെ കൊടുക്കാം. ക്രിയേറ്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡിൻ്റെ പേരൂടെ കൊടുക്കാം. നമുക്ക് ഇതിനകത്ത് ജസ്റ്റ് ആ വ്യൂ റിട്ടേൺ ചെയ്യാം. അപ്പോൾ ഞാൻ നമ്മളുടെ കാറ്റഗറി ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ആക്ഷൻ മെത്തേഡ് ക്രിയേറ്റ് ചെയ്തു. ആക്ഷൻ മെത്തേഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ഈ ആക്ഷൻ മെത്തേഡിൽ നിന്ന് നമുക്ക് ഒരു വ്യൂ ക്രിയേറ്റ് ചെയ്യണം. ഞാൻ വ്യൂ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കഴിഞ്ഞ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആഡ് വ്യൂ കൊടുത്താൽ മതി. അപ്പോൾ ഞാനൊരു എം ടി റേസർ വ്യൂ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്കിത് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് പേര് നമ്മളുടെ ആക്ഷൻ്റെ സെയിം നെയിം തന്നെ നമുക്കിവിടെ കൊടുക്കാം. create.cshtml. നമുക്കിത് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വ്യൂ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഒരു സാമ്പിൾ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് നമുക്കിവിടെ കൊടുക്കാം. ഞാൻ ക്രിയേറ്റ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ഞാൻ സിമ്പിളായിട്ട് ഞാനിവിടെ കൊടുക്കും. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഈ ക്രിയേറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത ആ ഫോം നമുക്ക് ഡിസ്പ്ലേ ആവണം. പക്ഷെ നമ്മൾ ഇതുവരെ ആ ബട്ടണിനകത്ത് നമ്മളത് കോൺഫിഗർ ചെയ്തിട്ടില്ല. അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ബട്ടണുള്ള പേജ് index.html. ഈ ഇൻഡെക്സിനകത്ത് നമ്മൾ ബട്ടൺ എവിടെയാണ് കിടക്കുന്നത്? നമ്മളുടെ ക്രിയേറ്റ് എന്ന് പറയുന്ന ബട്ടൺ. ഇതാണ് ആ ബട്ടൺ. ഓക്കെ, ഈ ബട്ടൺ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ രണ്ട് പ്രോപ്പർട്ടി ഉണ്ട്. ASP കൺട്രോളറും ASP ആക്ഷനും. അപ്പോൾ ഈ കൺട്രോളറിൻ്റെ സ്ഥാനത്ത് നമ്മൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത ആക്ഷൻ മെത്തേഡ് ഏത് കൺട്രോളറിലാണെന്നുള്ളതാണ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് കൺട്രോളർ എന്ന് പറയുന്ന പേര് കൊടുക്കേണ്ട, അതിന് മുമ്പുള്ള ആ വേർഡ് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യമേ നമ്മളുടെ പേര് കൊടുക്കാം. കൺട്രോളറിൻ്റെ പേര് കാറ്റഗറി, ആക്ഷൻ്റെ പേര് എന്തായിരുന്നു? ആക്ഷൻ്റെ പേര് നമ്മൾ കൊടുത്തിരുന്നത് ക്രിയേറ്റ് എന്നായിരുന്നു. നമുക്കതും കൂടെ ഇവിടെ കൊടുക്കാം. നമുക്കിനി ഒന്ന് റൺ ചെയ്യാം. ഇനി നമുക്ക് ക്രിയേറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ വ്യൂ അവിടെ ഡിസ്പ്ലേ ആവും. അപ്പോൾ ഇനി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഈ ലിസ്റ്റ് പേജും ക്രിയേറ്റ് പേജും സെയിം കൺട്രോളറിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മളിവിടെ കൺട്രോളറിൻ്റെ പേര് കൊടുത്തില്ലെങ്കിലും ഇത് വർക്ക് ചെയ്യും. ഇത് കൊടുത്തില്ല, നമ്മളിപ്പോൾ കൺട്രോളറിൻ്റെ പേര് കൊടുത്തില്ല, അത് കൊടുക്കാതെയും വർക്ക് ചെയ്യും. പക്ഷേ ഞാൻ റീഡബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഞാനത് കൺട്രോളറിൻ്റെ പേരും കൂടെ ഞാനിവിടെ കൊടുക്കുന്നു. അപ്പോൾ കൺട്രോളറിൻ്റെ പേരും നമ്മൾ ആക്ഷൻ്റെ പേരും നമ്മൾ കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് കറസ്പോണ്ടിങ്
വ്യൂവിലേക്ക് റീഡയറക്റ്റ് ചെയ്ത് പോകും. അപ്പോൾ ഇനി നമ്മളുടെ പുതിയ വ്യൂവിലേക്ക് പോകാം. നമ്മളുടെ ഈ വ്യൂ നമുക്ക് ഡിസൈൻ ചെയ്യാം. ഓക്കെ. നമുക്ക് ഒരു വ്യൂവിൽ ആദ്യം വേണ്ടത് നമ്മളിതൊരു ക്രിയേറ്റ് കാറ്റഗറി എന്ന് പറയുന്ന ഒരു വ്യൂ ആണ്. കാറ്റഗറി എന്ന് പറയുന്ന ടേബിളിലേക്ക് ഡേറ്റ ഇൻസെർട്ട് ചെയ്യുന്നത് ഈ ഫോമിൽ നിന്നായിരിക്കും. ഇപ്പോൾ നമ്മൾ കൺട്രോളറിൽ പോയിട്ട് നമ്മളുടെ കാറ്റഗറി എന്ന് പറയുന്ന ടേബിൾ നമ്മൾ നോക്കുക, ഐ മീൻ മോഡൽ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് മെയിനായിട്ട് നെയിമും ഡിസ്പ്ലേ ഓർഡറും ആണുള്ളത്. അപ്പം നെയിമും ഡിസ്പ്ലേ ഓർഡറും നമ്മൾ നമ്മളുടെ വ്യൂവിൽ നിന്നിട്ട് നമുക്ക് ഇൻസെർട്ട് ചെയ്യാൻ പറ്റണം. അതിനാദ്യമേ ഞാൻ നമ്മളുടെ മോഡൽ നമ്മളിവിടെ സ്പെസിഫൈ ചെയ്യണം. അപ്പോൾ നമ്മളുടെ ക്രിയേറ്റ് കാറ്റഗറിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഏത് മോഡലാണ് യൂസ് ചെയ്യുന്നത്? കാറ്റഗറി മോഡൽ. അപ്പോൾ നമുക്ക് മോഡൽ ഇവിടെ റെഫർ ചെയ്യാനായിട്ട് നമ്മൾ @മോഡൽ നമ്മളുടെ മോഡലിൻ്റെ പേര് ഇവിടെ കൊടുത്താൽ മതി. അപ്പോൾ നമ്മളുടെ കാറ്റഗറി എന്ന് പറയുന്ന മോഡൽ നമ്മളിവിടെ റെഫർ ചെയ്തു. ഇനി നമുക്ക് ഫോം നമുക്ക് ഡിസൈൻ ചെയ്യാം. ഒരു ക്രിയേറ്റ് ചെയ്യാനുള്ള ഫോം, അതായത് സബ്മിറ്റ് ചെയ്യാനുള്ള ഫോം ആയതുകൊണ്ട് നമുക്കൊരു ഫോം ടാഗ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഫോം. അപ്പം അതിൻ്റെ മെത്തേഡ് എപ്പോഴും നമുക്ക് പോസ്റ്റ് ആയിട്ട് കൊടുക്കാം. ഇനി എനിക്ക് വേണ്ടത് ഇതിനൊരു ക്യാപ്ഷൻ വേണം. ക്യാപ്ഷൻ നമുക്ക് H2 നമുക്ക് ക്രിയേറ്റ് കാറ്റഗറി എന്ന് കൊടുക്കാം. നമുക്ക് ആദ്യമേ ഈ ഫോമിന് ആവശ്യമായ ടെക്സ്റ്റ് ബോക്സ് ലേബിൾസ് നമുക്ക് ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫോം കറക്റ്റായിട്ട് ഡിസൈൻ ചെയ്ത് അലൈൻ ചെയ്യാം. ഓക്കെ. ഇനി നമുക്ക് വേണ്ടത് ഒരു നെയിം ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഡിസ്പ്ലേ ഓർഡർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നെയിം ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് ഒരു ലേബൽ ആദ്യമേ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ആദ്യമേ ഒരു ലേബൽ ക്രിയേറ്റ് ചെയ്യാം. ലേബൽ, ഇത് ഡിസ്പ്ലേ ഓർഡർ ആയിരിക്കും. ഇനി നമുക്കൊരു ടെക്സ്റ്റ് ബോക്സും കൂടെ നമുക്ക് കൊടുക്കാം. ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ടെക്സ്റ്റ്. ഇതിന് നമുക്കൊരു ക്ലാസ് ഫോം കൺട്രോൾ എന്ന് പറയുന്ന ഒരു ക്ലാസ് കൂടെ കൊടുക്കാം. ഫോം ഹൈഫൻ കൺട്രോൾ. അപ്പോൾ നമുക്ക് ഒരു ഫീൽഡായി ഇതുപോലെ നമുക്ക് ഒരു ഫീൽഡും കൂടെ വേണം. ഇത് നമുക്ക് നെയിം ആയിട്ട് കൊടുക്കാം. നെയിമും ഡിസ്പ്ലേ ഓർഡറും. ഇനി ഇത് സേവ് ചെയ്യാനുള്ള ഒരു ബട്ടണും കൂടെ വേണം. ബട്ടൺ കൺട്രോൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് ബട്ടൺ ടൈപ്പ് ഈസ് ഈക്വൽ ടു ബട്ടൺ. ഇനി അതിൻ്റെ ഒരു പേര് കൊടുക്കാം, ക്രിയേറ്റ്. ഇനി അതുപോലെ തന്നെ നമുക്ക് ബാക്ക്, അതായത് പ്രീവിയസ് പേജിലേക്ക് പോകാനുള്ള ഒരു ബട്ടണും കൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇത്രയുമാണ് നമ്മുടെ ഫോമിലേക്ക് മൊത്തം ആവശ്യമുള്ളത് കൺട്രോൾസ്. നമുക്കിതൊന്ന് റൺ ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഫോമിൽ വന്നിട്ട് നമുക്ക് ഈ ഫോം കുറച്ചും കൂടെ ഒന്ന് ഡിസൈൻ ചെയ്ത് ആദ്യം നമുക്ക് ഈ ഫോമിന് മൊത്തത്തിൽ ഒരു ബോർഡർ കൊടുക്കാം. ബോർഡർ കൊടുക്കാനായിട്ട് നമ്മളിത് കംപ്ലീറ്റ് കണ്ടന്റ് നമുക്കൊരു ഡിവിനകത്ത് ആഡ് ചെയ്യാം. ഡിവ്. ഇതിൻ്റെ ക്ലോസിംഗ് ടാഗ് നമുക്ക് ഇവിടെ ഇടാം. ഓക്കെ. ഇതിപ്പം കറക്റ്റായിട്ട് അലൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് കൺട്രോളിൽ പ്രസ് ചെയ്തിട്ട് KD, കൺട്രോളിൽ പ്രസ് ചെയ്തുകൊണ്ട് തന്നെ K കൊടുക്കുക, അത് കഴിഞ്ഞ് D കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോം കറക്റ്റായിട്ട് അലൈനായിട്ട് വരും. അപ്പം ഈ ഡിവിന് നമുക്കൊരു സ്റ്റൈൽ കൊടുക്കാം. ക്ലാസ് നമുക്ക് കൊടുക്കേണ്ടത് എന്താണ്? ബോർഡറാണ് നമുക്ക് കൊടുക്കേണ്ടത്. നമുക്ക് ബോർഡർ കൊടുക്കാം. ഇനി ഇതിനൊരു പാഡിങ് ടോപ്പ് കൂടെ നമുക്ക് കൊടുക്കാം. പാഡിങ് അറിയാലോ, പാഡിങ് ഞാനൊരു 3 കൊടുക്കുന്നു. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു മാർജിൻ ടോപ്പ് കൂടെ കൊടുക്കാം. മാർജിൻ ടോപ്പിന് നമ്മൾ MT എന്ന് കൊടുത്താൽ മതി. മാർജിൻ ടോപ്പ് ഞാനൊരു 2 കൊടുക്കുന്നു.
ഇനി നമ്മുടെ ആപ്ലിക്കേഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ചെറിയൊരു ബോർഡർ വന്നിട്ടുണ്ട്. നമുക്ക് ബോർഡർ കുറച്ചും കൂടെ തിക്നെസ് കൂട്ടാം. 2 എന്നുള്ളത് നമുക്ക് 4 കൊടുക്കാം. അപ്പോൾ നമുക്ക് ബോർഡർ ഇവിടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളുടെ ഹെഡിങ്ങിന് നമുക്കൊരു ക്ലാസ് കൊടുക്കാം. ക്ലാസ് ടെക്സ്റ്റ് പ്രൈമറി എന്ന് പറയുന്ന ക്ലാസ് നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഹെഡിങ് കഴിഞ്ഞിട്ട് നമുക്കൊരു ലൈനും കൂടെ വേണമെങ്കിൽ HR നമുക്ക് കൊടുത്താൽ മതി. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സ്റ്റൈൽ മാറിയിട്ടുണ്ട്. ഒരു ലൈനും കൂടെ ഇവിടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓരോ സെക്ഷനും ഓരോ ഡിവിനകത്ത് വെച്ചിട്ട് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ നെയിമും അതിൻ്റെ ലേബലും ടെക്സ്റ്റ് ബോക്സും നമുക്കൊരു ഡിവ് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ക്ലാസ് കൂടെ കൊടുക്കാം. നമുക്ക് ഒരു മാർജിൻ കൊടുക്കാം. ബോട്ടം മാർജിൻ നമുക്ക് കൊടുക്കാം. ബോട്ടം മാർജിൻ ബോട്ടമാണ്. മാർജിൻ ബോട്ടം നമുക്കൊരു 3 കൊടുക്കാം. നമുക്ക് റോ എന്ന് പറയുന്ന ക്ലാസ് കൂടെ നമുക്കിവിടെ കൊടുക്കാം. അപ്പോൾ സെയിം ഒരു ക്ലാസ് കൂടെ വേണം. നമുക്ക് 2 ടൈപ്പ് കൺട്രോൾ ആണുള്ളത്. അപ്പം ആദ്യത്തെ സെക്ഷൻ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ രണ്ടാമത്തെ സെക്ഷൻ നമുക്ക് രണ്ടാമത്തെ ഡിവിൽ ആഡ് ചെയ്യാം. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പം കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് വന്നിട്ട് ഇനി എനിക്ക് ഈ നെയിം കുറച്ചും കൂടെ ലെഫ്റ്റ് ഈ ഒരു സൈഡിലോട്ട് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ലേബല് പാഡിങ് 0 കൊടുത്ത് നോക്കാം. ഓക്കെ, ലേബലിന് ക്ലാസ് കൊടുക്കണം. ക്ലാസ് പാഡിങ് 0. ഓക്കെ, നെയിം ലെഫ്റ്റിലോട്ട് നീങ്ങും. അതുപോലെ തന്നെ നമുക്ക് അടുത്ത ലേബലും നമുക്ക് കൊടുത്തു നോക്കാം. അപ്പോൾ അതും മൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളുടെ ബട്ടന് വേണ്ടിയിട്ട് നമുക്കൊരു ക്ലാസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ആദ്യമേ ഒരു div ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മളുടെ ബട്ടൺ രണ്ടും നമുക്ക് ആ ഡിവിനകത്ത് ആഡ് ചെയ്യാം. ഓക്കെ, ഇത് വേണ്ട. ഇനി എനിക്ക് ബട്ടൺ കറക്റ്റായിട്ട് പകുതി പോർഷനിൽ ക്രിയേറ്റും അത് കഴിഞ്ഞിട്ട് ബാക്കും അത് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് നമുക്കിതിനെ രണ്ടിനും 2 ഡിവിലായിട്ട് ആഡ് ചെയ്യാം. നമുക്ക് 2 ഡിവും കൂടെ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. div ആദ്യത്തെ ബട്ടൺ നമുക്ക് ആദ്യത്തെ ഡിവിനകത്ത് ഇടാം. അതുപോലെ തന്നെ രണ്ടാമത്തെ ബട്ടൺ നമുക്ക് രണ്ടാമത്തെ ഡിവിലും ഇടാം. ഇനി രണ്ടും നമ്മൾ പറഞ്ഞ പോലെ പകുതി പകുതി ലേഔട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ കോൾ നമുക്ക് 6 ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. കോൾ 6. അതുപോലെ തന്നെ സെക്കൻഡിനും നമുക്ക് കോൾ 6 തന്നെ കൊടുക്കാം. ഇനി നമ്മളുടെ ബട്ടനും നമുക്കൊരു സ്റ്റൈൽ കൊടുക്കാം. നമുക്ക് ബട്ടന് നമ്മൾ സാധാരണ കൊടുക്കുന്നത് BTN -primary. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പം ഇത് ബട്ടണ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ആദ്യത്തെ ബട്ടനും നമുക്ക് കറക്റ്റ് ഇതിൽ വന്ന് നമുക്ക് രണ്ടാമത്തെ ബട്ടൻ്റെ സ്റ്റൈലും കൂടെ കുറച്ച് ചേഞ്ച് ചെയ്യാം. നമുക്ക് രണ്ടാമത്തെ ബട്ടന് BTN ക്ലാസ് കൊടുക്കണം. ക്ലാസ് BTN നമുക്ക് BTN സെക്കൻഡറി എന്ന് കൊടുക്കാം. BTN -secondary ബട്ടണായിട്ട് നമുക്ക് കൊടുക്കാം. നമുക്കിതും കൂടെ ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പം രണ്ടാമത്തെ ബട്ടണും ക്രിയേറ്റ് ആയിട്ടുണ്ട്.
നമുക്ക് ഇത് ഇതിനൊരു ബോർഡർ കൂടെ കൊടുക്കാം. നമുക്ക് ബോർഡർ കൊടുക്കാനായിട്ട് ബോർഡർ എന്ന് പറയുന്ന ക്ലാസ് കൂടെ നമുക്ക് കൊടുക്കണം. നമുക്കിപ്പോൾ ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബട്ടൺ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ലിസ്റ്റ് പേജിനകത്തേക്ക് റീഡയറക്റ്റ് ചെയ്യണം. ക്രിയേറ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. ബാക്ക് ബട്ടണിൽ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്രീവിയസ് പേജിനകത്തേക്ക് പോകണം. അപ്പോൾ അതിനായിട്ട് നമുക്കറിയാം ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ പോകാനായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒന്ന് എഴുതിയിട്ടുണ്ട്. അതൊരു ആങ്കർ ടാഗ് ആയിരുന്നു. നമുക്ക് ആങ്കർ ടാഗ് തന്നെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. അപ്പോൾ ഈ ബട്ടൺ മാറ്റിയിട്ട് നമുക്ക് ആങ്കർ ടാഗ് ഇടാം. ഓക്കെ, നമ്മളുടെ ഇമേജ് വേണ്ട, ഇത് നമുക്ക് ബാക്ക് ആണ്. നമ്മളുടെ കാറ്റഗറി ആക്ഷൻ ഏതാണ് വേണ്ടത്? നമുക്ക് ഇൻഡെക്സ് എന്ന് പറയുന്ന ആക്ഷൻ മതി. നമ്മുടെ ക്ലാസ് നമുക്കിവിടെ കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഈ ബട്ടൺ വേണ്ട. അപ്പോൾ ഇത് പ്രീവിയസ് പേജിലേക്ക് പോകാനായിട്ട് ഞാനൊരു ആങ്കർ ടാഗ് ഇട്ട് അതിനകത്ത് കൺട്രോളറും ആക്ഷൻ സെറ്റ് ചെയ്തു, ക്ലാസ് സെറ്റ് ചെയ്തു. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ക്രിയേറ്റ് നമ്മൾ ബാക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രീവിയസ് പേജിലേക്ക് പോകും. ഇനി നമുക്ക് ഇത് റെസ്പോൺസീവ്, നമ്മുടെ ബൂട്ട്സ്ട്രാപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റെസ്പോൺസീവ് ആണ്. നമ്മളത് ഫോം ചെറുതാക്കിയാൽ നമ്മളുടെ അലൈൻമെൻ്റ് ഒന്നും നമ്മളത് ബ്രേക്ക് ആവത്തില്ല. അപ്പോൾ നമ്മളുടെ ഫോം നമ്മൾ റീസൈസ് ചെയ്താലോ നമ്മൾ നമ്മളുടെ വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ എന്ത് ചെയ്താലും നമ്മളുടെ അലൈൻമെൻറ്റ് അതേപോണക്ക് തന്നെ നിൽക്കും. ഫോമിൻ്റെ അലൈൻമെൻറ്റിന് വലിയ മാറ്റമൊന്നും വരില്ല. അതായത് ഏത് സ്ക്രീനിൽ നോക്കിയാലും നമുക്ക് അലൈൻമെൻറ്റ് കറക്റ്റ് ആയിരിക്കും. അതാണ് റെസ്പോൺസീവ് വെബ് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ പേജ് ഇപ്പം റെസ്പോൺസീവ് ആയിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഇത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഈ ക്രിയേറ്റിൻ്റെ ഫങ്ഷനാലിറ്റി എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.